മണിക്കൂറിൽ ഗോകുൽനാഥ് കൂടിയുണ്ട് വിവരങ്ങളുമായി. ഗോകുൽ, സെക്രട്ടറിന് മുന്നിൽ ആശാവർക്കർമാരുടെ സമരം നടക്കുന്നിടത്താണ് ഗോകുൽ ഉള്ളത്. നേരത്തെ അവിടുത്തെ പ്രതികരണങ്ങളൊക്കെ കണ്ടതാണ്. വീണ്ടും അവരുടെയൊക്കെ പ്രതികരണങ്ങളിലേക്ക് പോകാൻ തോന്നുന്നു. ഇപ്പോൾ കഴിഞ്ഞ ഒരു 1-2 മണിക്കൂർ വലിയ മുദ്രാവാക്യം വിളിയുടെയും പ്രതിഷേധത്തിൻ്റെയും കണ്ണീരിൻ്റെയും ഒക്കെ മണിക്കൂറാണ് ചർച്ച പരാജയപ്പെട്ടു എന്ന വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ ഉണ്ടായത്. അത്രമേൽ പ്രതീക്ഷയിൽ കഴിഞ്ഞിരുന്ന ആളുകൾക്ക് മുന്നിലേക്കാണ് ഒന്നും ഉണ്ടായില്ല ചർച്ചയിൽ, എല്ലാം പരാജയപ്പെട്ടു. സർക്കാർ അതേ നിലപാടിൽ തുടരുന്നു എന്ന സങ്കടകരമായ വിവരം വന്നത് അവരുടെ കണ്ണുനീർ നമുക്ക് കാണേണ്ടി വന്നു. ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയാണ്? രതീഷ, ഈ ഉദ്യോഗസ്ഥതല ചർച്ചകൾക്കായിരുന്നു അവർ കൂടുതൽ പ്രാമുഖ്യം നൽകിയത്, അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ പ്രതീക്ഷ അതിലായിരുന്നു ഉണ്ടായിരുന്നത്. NHM ഡയറക്ടർ തന്നെ വിളിച്ചു ചേർത്തതാണ്. അമൽ പറഞ്ഞതുപോലെ NHM ഡയറക്ടർക്ക് ചെയ്യാൻ സാധിക്കുന്നതിൻ്റെ പരമാവധി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ മന്ത്രിതല ചർച്ചകളിലേക്ക് വരുമ്പോൾ പലപ്പോഴും ഇത് സമവായ ചർച്ചകളായി മുൻപോട്ട് പോവുകയും ആ ചർച്ചകൾക്ക് ഇവർക്ക് വലിയ പ്രതീക്ഷകളില്ലാതെ വരികയും ചെയ്തിട്ടുണ്ട്. കാരണം കഴിഞ്ഞ 2 തവണ ചർച്ച നടത്തിയപ്പോഴും തങ്ങളുടെ കയ്യിൽ പണമില്ല, സർക്കാരിൻ്റെ സാമ്പത്തിക പ്രതിസന്ധികളടക്കം പറഞ്ഞ് മനസ്സിലാക്കി വിടുകയും അത്തരത്തിൽ ഈ സമവായ ചർച്ചകളൊക്കെ തന്നെ പരാജയപ്പെടുകയുമാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ അവർക്ക് അത്രത്തോളം വലിയ പ്രതീക്ഷ ഇപ്പോഴും ഈ മന്ത്രിതല ചർച്ചകളിൽ ഇല്ല എന്നുള്ളതാണ്. എന്തായാലും ഈ കനത്ത വെയിലാണ് ഈ MC റോഡിൽ. അതുപോലെ തന്നെ ഈ കഴിഞ്ഞ 38 ദിവസമായി ഈ പൊരിവെയിലും അതേപോലെ തന്നെ മഴയിലും വാഹന തിരക്കുകൾ നമുക്കറിയാവുന്നതാണ്. അത്രത്തോളം ഈ വാഹനങ്ങൾ പോകുന്നതിൻ്റെ പൊടിയും പുകയും ഒക്കെ ശ്വസിച്ചുകൊണ്ടാണ് ഇവരിവിടെയൊക്കെ ഇരിക്കുന്നതെന്നുള്ളതാണ്. എന്തായാലും ഇവരുടെ പ്രതികരണങ്ങൾ കൂടി തേടേണ്ടതുണ്ട്. കാരണം മുൻപ് ഇവർ തന്നെ പറഞ്ഞിരുന്നു എങ്ങനെ പോയാലും ഈ സമരവുമായി മുൻപോട്ട് പോകും. കാരണം ഈ ചർച്ചകൾക്കൊന്നും വലിയ രീതിയിൽ തന്നെ ഈ സർക്കാർ അനുകൂല നിലപാടുകൾ സ്വീകരിക്കുന്നില്ല എന്നൊക്കെ. മുന്നോട്ട് പോകും. നാളെ തൊട്ട് നമ്മൾ അനിശ്ചിതകാല നിരാഹാരമാണ്. മുന്നോട്ട് തന്നെ പോകും. അത് നമുക്ക് പറയാൻ പറ്റൂല. എന്ന് ഞങ്ങൾക്ക് പ്രതീക്ഷകളെ ഉള്ളുമായിരുന്നു. പക്ഷെ ഞങ്ങളെ പറ്റിക്കാനാണ് ഒരു ചർച്ചയ്ക്ക് വിളിക്കണമെങ്കിൽ അതിൻ്റെ ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നില്ല. ഞങ്ങളെ പറ്റിക്കാൻ വേണ്ടിയാണോ വിളിക്കണേന്ന് അറിഞ്ഞൂടാ. ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. ഞങ്ങൾ വെയിലും മഴയത്തും ഒക്കെ ഞങ്ങൾ ഇന്നലെ പരാജയമായിരുന്നു. ഇപ്പോൾ നടന്ന ചർച്ചയും പരാജയമായിരുന്നു. വിളിക്കണത് ആ ചർച്ച പരാജയപ്പെടുത്താൻ വേണ്ടിയാണോ അവര് വിളിക്കണേ? എന്തിനാണെന്ന് അങ്ങനെ ഒരു പ്രശ്നം കാണിക്കണം. അങ്ങനെയൊക്കെ വിളിക്കാതിരിക്കണേ. ഒന്നും ഇല്ലാന്ന് പറയാൻ വേണ്ടി ആയിരിക്കും ചർച്ച. അല്ല, സാമ്പത്തികം അതൊന്നും ഇനി പറയണ്ട. ഇനി നമുക്ക് ശുഭ പര്യവസായിയായ ആ ചർച്ചയ്ക്ക് മാത്രം വിളിക്കാൻ ദയവ് ചെയ്ത് മാധ്യമക്കാർ അങ്ങനെ പറയണേ. ഞങ്ങളെ വിളിച്ച് പരിഹസിക്കരുതെന്ന്. ഇപ്പം NHM വിളിച്ച് പരിഹസിച്ച് വിട്ട് അതുപോലെ അപഹാസ്യരായിട്ട് വിടരുത്. ഇവിടെ ഈ ചർച്ച വിജയകരമായി തന്നെ തിരിച്ച് നമ്മളെ വിടണം. ഇവരെല്ലാം വീട്ടിൽ വിടണം. പാവപ്പെട്ട കുറച്ച് പേര് രാത്രിയും കൂടെ കിടക്കണം. നമ്മളൊന്നും രാത്രി കിടക്കുന്നവരല്ല, പകൽ വന്നിരുന്നിട്ട് പോകുന്നവരാണ്. പക്ഷേ രാത്രിയും കൂടെ കിടക്കുന്നവരെ വീട്ടിൽ വിടാനായിട്ട് അനുവദിക്കണം. ഇത് നമ്മളെ ഗോവിന്ദ മാസ്റ്റർ എന്നല്ല പറഞ്ഞത് SUCI ആണ്, ജമാഅത്ത് ഇസ്ലാമയാണ്, പിന്നെ ഒരു പാർട്ടിയും കൂടെ പറഞ്ഞല്ലോ. അങ്ങനെയൊക്കെയാണ് പുള്ളികൾ അവർ പറഞ്ഞുകൊണ്ടിരിക്കണം. അതൊന്നും അല്ല. ഇവിടെ ഇരിക്കുന്നവരെല്ലാം മനുഷ്യരാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും പാർട്ടികളുണ്ട്. ആർക്കും പാർട്ടി ഇല്ലാത്തവരല്ല. പക്ഷെ ഞങ്ങൾ ആശാ വർക്കർമാർക്ക് പാർട്ടി ഇല്ല. ഞങ്ങളെ ജീവിതത്തിന് വേണ്ടിയാണ് ഞങ്ങൾ സമരം ചെയ്യുന്നത്. അല്ലാതെ പാർട്ടിക്ക് വേണ്ടിയോ ഇലക്ഷന് നിൽക്കാനോ മത്സരിക്കാനോ മന്ത്രി കസേരയ്ക്ക് വേണ്ടിയോ അല്ല. ഞങ്ങൾ അധ്വാനിക്കുന്നതിൻ്റെ കാശിന് വേണ്ടിയാണ് ഞങ്ങൾ സമരം ചെയ്യുന്നത്. ഞങ്ങൾക്ക് മന്ത്രി കസേരയോ ഇലക്ഷന് നിൽക്കുകയോ ഒന്നും ചെയ്യണ്ട. ഞങ്ങളെ ന്യായമായ കാര്യം 21,000 രൂപയെന്ന് പറഞ്ഞാൽ ന്യായമായ കാര്യമാണ്. അതാണ് ഞങ്ങൾ ചോദിക്കുന്നത്. സർക്കാരിന് ഒരുപാട് ദൂർത്തടിയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവരൊക്കെ പൈസ കുറവാണെങ്കിൽ ദൂർത്തടി കുറയ്ക്കണം. കുറച്ച് കഴിഞ്ഞാൽ പാവങ്ങൾക്ക് കൊടുക്കാമല്ല. പാവപ്പെട്ട ആൾക്കാർക്ക് മാത്രം കൊടുക്കണതിന് മാത്രമേ അവർക്ക് ഇല്ലാതെ ഉള്ളൂ. രതീഷ്, ഈ പറയുന്ന പോലെ തന്നെ സമരം ഇനി വരും ദിവസങ്ങളിൽ മുൻപോട്ട് പോകും. ഇപ്പോൾ ഈ ചർച്ചയിൽ അവർക്ക് വലിയ പ്രതീക്ഷയില്ല. കാരണം കഴിഞ്ഞ 2 ചർച്ചകളും സമവായ ചർച്ചകളൊക്കെ തന്നെ കണ്ടതാണ് എങ്ങനെയാണ് മുൻപോട്ട് പോയതെന്നും അതിൽ ആ ചർച്ച പലപ്പോഴും പരാജയമാകുന്നതും കണ്ടതാണ്. അപ്പോൾ ഈ ചർച്ചയും അങ്ങനെ ആയിരിക്കും എന്നൊരു മുൻവിധി ഇവർക്കുണ്ട്. ആ മുൻവിധി ഉണ്ടാകുന്നതിന്റെ കാരണം നിരാശയൊക്കെ അവരുടെ വാക്കുകൾ പ്രകടമാണെങ്കിലും അനുകൂലമായ ഒരു സമീപനം ഉണ്ടാകും. മന്ത്രി ചർച്ചയ്ക്ക് വിളിച്ചത് വലിയ നല്ല കാര്യം തന്നെയാണ്. സ്വാഭാവികം വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു വാർത്ത തന്നെയാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന്, ആരോഗ്യമന്ത്രി ഓഫീസിൽ നിന്ന്, ആരോഗ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് വരുന്നത്. ചർച്ച നടത്താൻ ആരോഗ്യമന്ത്രി തയ്യാറാണ്. മന്ത്രി ചർച്ചയ്ക്ക് തയ്യാറാകുന്നു എന്ന് പറയുന്നത് തന്നെ വലിയ വാർത്തയായി നമുക്കിപ്പോൾ പറയേണ്ടി വരുന്നു. കാരണം അവരെ ആ നിലയിൽ പരിഗണിച്ചില്ല എന്ന പരാതി വലിയ തോതിൽ ആ പരിഭവം പൊതുസമൂഹത്തിൽ നിൽക്കുന്നതിന് ഇടയിലാണ് ഇപ്പോൾ മന്ത്രി ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുന്നത്. ഈ ചർച്ച വിജയിക്കും എന്നൊരു പ്രതീക്ഷ അവർക്ക് എല്ലാവർക്കും ഇല്ല. കാരണം അവർ ഇത്രയും ദിവസമായി സമരം ചെയ്തിട്ടും ഫലമുണ്ടാകാത്തതുകൊണ്ട് സ്വാഭാവികമായി അവർ നെഗറ്റീവായി തന്നെ പ്രതീക്ഷിക്കും എന്ന കാര്യത്തിനും സംശയമില്ല. പക്ഷേ എങ്കിലും സർക്കാരിൻ്റെ ഭാഗത്ത് അനുകൂലമായ ഉണ്ടാകുമോ?
പറയുന്ന കടുത്ത സാമ്പത്തിക പ്രതിസന്ധി എന്നൊക്കെ കഴിഞ്ഞ കുറേ ദിവസമായി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, കുറേ നാളുകളായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ഈ 232 രൂപ എന്നുള്ളത് 700 രൂപയാക്കി പ്രതിദിന വേതനം വർദ്ധിപ്പിച്ച് നൽകണം, ഓണറേറിയം വർദ്ധിപ്പിച്ച് നൽകണം. അതോടൊപ്പം തന്നെ പ്രതിമാസ വേതനം 21,000 ആക്കണം എന്നാണ് പറയുന്നത്. ന്യായമായ ആവശ്യമാണ് എന്നുള്ള കാര്യത്തിൽ ഈ സമരത്തിൽ നിന്നും വിട്ടുനിൽക്കുന്ന CITU അനുഭാവമുള്ള ആശാപ്രവർത്തകർക്ക് പോലും വിയോജിപ്പുണ്ട് എന്ന് പറയാൻ കഴിയില്ല. നേരത്തെ പറഞ്ഞ ആശാപ്രവർത്തകയായ ആ സ്ത്രീ പറയുന്ന ഒരു കാര്യമുണ്ട്, ജമാഅത്ത് ഇസ്ലാമിയുടെ സമരമാണ് അല്ലെങ്കിൽ SUCയുടെ സമരമാണെന്നൊക്കെ പറഞ്ഞ് അപഹസിക്കുമ്പോൾ, പരിഹസിക്കുമ്പോൾ ഇന്ന് എടുത്തു പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഗോവിന്ദൻ മാഷ് അങ്ങനെ പറഞ്ഞു എന്നുള്ളതാണ് ആശാ വർക്കർ അവിടെ നിന്ന് പറയുന്നത്. എന്തായാലും ആര് പറഞ്ഞിട്ടുണ്ടെങ്കിലും SUCയുടെ സമരമെന്ന് അപഹസിച്ച, പരിഹസിച്ച ആളുകൾക്ക് ഇന്ന് അതേ SUCയുടെ നേതാവായ മിനിയെ അടക്കം വിളിച്ച് നിയമസഭയ്ക്കുള്ളിൽ വിളിച്ച് ചർച്ച ചെയ്യേണ്ട ഒരു അവസ്ഥയുണ്ടായി എങ്കിൽ അത് ആ സമരത്തിൻ്റെ വിജയമായി തന്നെ കാണേണ്ടി വരും. അതിൽ SUCയുടെ പിന്തുണയുണ്ടോ, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ പിന്തുണയുണ്ടോ, BJPയുടെ പിന്തുണയുണ്ടോ, അവരുടെ നേതാക്കന്മാരാരെങ്കിലും അവിടെ വന്നു പോകുന്നുണ്ടോ, സുരേഷ് ഗോപി വന്ന് റെയിൻകോട്ട് കൊടുത്തോ, ഇതൊന്നുമല്ല പ്രശ്നം. അവർ ഉന്നയിക്കുന്ന ആവശ്യം ഏറ്റവും ന്യായമാണ്. അതിന് പിന്നിൽ ഏതെങ്കിലും സംഘടന, ഈ SUCI എന്ന് പറയുന്ന സംഘടന ഈ രാജ്യത്ത് നിയമം മൂലം നിരോധിക്കപ്പെട്ട സംഘടനയൊന്നുമല്ല, പ്രവർത്തന സ്വാതന്ത്ര്യമുള്ള ഒരു രാഷ്ട്രീയ സംഘടനയാണ്, നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുന്ന ഒരു സംഘടനയാണ്. അങ്ങനെയുള്ള ഒരു സംഘടനയ്ക്ക് ഒരു സമരത്തെ പിന്തുണയ്ക്കാൻ പാടില്ല, ആ ഒരു സമരത്തിന് നേതൃത്വം ഏറ്റെടുക്കാൻ പാടില്ല എന്നൊക്കെ CPM പോലുള്ള ഒരു സംഘടനയുടെ നേതാക്കന്മാർ പറയുന്നതിൽ എത്രത്തോളം യുക്തിയുണ്ട് എന്ന കാര്യത്തിൽ സംശയമുണ്ട്. നിലവിൽ ഈ പരിഹസിയാണ് സമരത്തിന്റെ പേറ്റന്റ് ഞങ്ങൾക്ക് മാത്രമാണ്, അല്ലെങ്കിൽ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾക്ക് മാത്രമേ സമരം ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെയൊന്നുമില്ലല്ലോ. ഈ സമരം അതിൻ്റെ ആവശ്യം ന്യായമാണെങ്കിൽ ആ സമരത്തിനൊപ്പം നിൽക്കാൻ, അണിചേരാൻ നൂറുകണക്കിന് അണികൾ ഉണ്ടാകുമെന്ന് തെളിയിക്കുന്നതാണ് ആശാവർക്കർമാരുടെ സമരത്തിൻ്റെ ആവശ്യം ന്യായമാണോ എന്നതാണ് ചോദ്യം. അത് ന്യായമാണെങ്കിൽ, അത് ജീവിത പ്രതിസന്ധിയാണെങ്കിൽ കൂടാൻ 1000 10,000-ലധികവും വരും. അതുകൊണ്ടാണ് ഇത്രയും സംഘടിത സംവിധാനം ഉപയോഗിച്ചിട്ട് പോലും പൊളിക്കാനാകാതെ ഈ സമരം ഇപ്പോഴും മുന്നോട്ട് പോകുന്നത്. ആ ഗൗരവത്തോടു കൂടി തന്നെ സർക്കാരിൻ്റെ ഭാഗത്ത് ഇടപെടൽ ഉണ്ടാകുമെന്ന് ഈ മണിക്കൂർ നമ്മൾ പ്രതീക്ഷിക്കുകയാണ്.